എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് രണ്ടാം സെമിഫൈനലിൽ വാങ്കഡെ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ശ്വാസമടക്കി പിടിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്ക് മുന്നിൽ 7 റൺസിന്റെ ഐതിഹാസിക വിജയവുമായി ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിനെ മുട്ടുകുടുത്തിച്ചപ്പോൾ അത് ക്രിക്കറ്റ് ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശകരമായ നിമിഷമായി മാറി. നായകൻ സൂര്യകുമാർ യാദവിന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്കൊപ്പം ഈ ചരിത്ര വിജയത്തിന്റെ നെടും തൂണുകളായി മാറിയത് രണ്ടുപേരായിരുന്നു. ഒന്നാമതായി, വർഷങ്ങളുടെ കാത്തിരിപ്പിനും നിശബ്ദമായ തപസ്സിനും ശേഷം ബാറ്റുകൊണ്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ച സഞ്ജു സാംസണായിരുന്നു അത്. ഇംഗ്ലീഷ് ബൌളർമാരെ നിലം തൊടിയിക്കാതെ 89 റൺസിന്റെ മാന്ത്രിക പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. മറുവശത്ത്, ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർമാരുടെ പോലും പേടി സ്വപ്നമായ ജസ്പ്രീത് ബുംറ തന്റെ തീപ്പൊരി യോർക്കറുകളിലൂടെ ഇംഗ്ലണ്ടിന്റെ വേരറുത്തു. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇന്ത്യയ്ക്ക് ഫൈനലിലേക്കുള്ള സുവർണ ടിക്കറ്റ് നേടിക്കൊടുത്തത്. എന്നാൽ ശരിക്കും അത്ഭുതം സംഭവിച്ചത് മത്സരശേഷമായിരുന്നു. മൈതാനമധ്യത്തെ ആ അപ്രതീക്ഷിത പ്രഖ്യാപനം. മത്സരത്തിന്റെ അവസാന പന്തെറിഞ്ഞതും വാങ്കഡെ ഒന്നടങ്കം ഇന്ത്യ വിളികളാൽ മുഖരിതമായതും ഒരേ നിമിഷത്തിലായിരുന്നു. എന്നാൽ ഗാലറിയെയും കളിക്കാരെയും ഒരേപോലെ അമ്പരപ്പിച്ചുകൊണ്ട് BCCI സെക്രട്ടറിയും ICC ചെയർമാനുമായ ജയ്ഷാ നേരിട്ട് മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിവന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വിജയത്തിന്റെ തിളക്കവും അഭിമാനവും വ്യക്തമായിരുന്നു. നായകൻ സൂര്യകുമാർ യാദവിനെയും സഞ്ജു സാംസണെയും ബുംറയെയും ഒരു ജ്യേഷ്ഠനെ പോലെ ചേർത്തുപിടിച്ച് അദ്ദേഹം അഭിനന്ദിച്ചു. പിന്നീടാണ് ഡ്രസ്സിംഗ് റൂമിലുള്ളവർ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആ വമ്പൻ പ്രഖ്യാപനമുണ്ടായത്. ഈ അവിശ്വസനീയ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച കളിക്കാർക്കും കോച്ചിംഗ് സ്റ്റാഫിനും സപ്പോർട്ട് സ്റ്റാഫിനുമായി 122 കോടി രൂപയുടെ ഭീമമായ ക്യാഷ് അവാർഡാണ് അദ്ദേഹം മൈതാനത്ത് വെച്ച് തന്നെ പ്രഖ്യാപിച്ചത്. ജയ്ഷാ ഉറക്കെ പറഞ്ഞു, സമ്മർദ്ദങ്ങൾക്കിടയിലും ടീം ഇന്ത്യ കാണിച്ച ഈ ചങ്കുകൂറ്റം വിലമതിക്കാനാവാത്തതാണ്. സഞ്ജുവിന്റെ ഭയരഹിതമായ ബാറ്റിംഗും ബുംറയുടെ മാന്ത്രിക ബോളിംഗും നമ്മൾ എന്തുകൊണ്ട് ലോക 1-ാം നമ്പർ ആണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു. ഈ 122 കോടി വെറുമൊരു കടലാസു തുട്ടുകളല്ല, മറിച്ച് 140 കോടി ഇന്ത്യക്കാരുടെ സ്നേഹവും പ്രാർത്ഥനയുമാണ്, ജയ്ഷാ പറഞ്ഞു. എന്നാൽ യഥാർത്ഥ അത്ഭുതം വരാനിരിക്കുന്നതേയുണ്ടായിരുന്നു. വാങ്കഡെയിലെ അന്തരീക്ഷത്തിൽ പുതിയൊരു ജീവൻ വെപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന മാർച്ച് 8 ഫൈനൽ മഹാസംഗ്രാമത്തിനായി ജയ്ഷാ മറ്റൊരു വലിയ ബ്രഹ്മാസ്ത്രം കൂടി പുറത്തെടുത്തു. ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ 122 കോടി വെറുമൊരു തുടക്കം മാത്രമാണ്. ഇതൊരു ചെറിയ ട്രെയിലർ മാത്രമാണ്. വരുന്ന മാർച്ച് 8 ന്യൂസിലൻഡിനെ തകർത്തെറിഞ്ഞ് നമ്മുടെ സിംഹകുട്ടികൾ 3-ാം തവണയും ആ T20 ലോകകപ്പ് കിരീടം വാനിലുയർത്തിയാൽ ക്രിക്കറ്റ് ചരിത്രം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു തുക ഞാൻ ഈ ടീമിന് വാഗ്ദാനം ചെയ്യും. ഒരു ലോകകപ്പ് ഫൈനൽ കളിക്കുമ്പോൾ കളിക്കാരുടെ മനസ്സിൽ സാമ്പത്തികമായ ഒരു ആശങ്കയും ഉണ്ടാകാൻ പാടില്ല എന്ന BCCIയുടെ കൃത്യമായ ദർശനമാണ് ഇവിടെ വെളിവായത്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2 വർഷം മുൻപ് നമ്മൾ ലോകകപ്പ് തോറ്റപ്പോൾ ബാർബഡോസിൽ പോയി ഇന്ത്യൻ പതാക പാറിക്കുമെന്ന് ജയ്ഷാ പറഞ്ഞത് പലരും ഓർക്കുന്നുണ്ടാകും. ആ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ ആ വാക്ക് പാലിക്കുകയും സൗത്ത് ആഫ്രിക്ക പോലുള്ള വമ്പന്മാരെ തകർത്ത് കിരീടം നേടുകയും ചെയ്തു. ഇപ്പോൾ ലോകകപ്പ് പൂർണ്ണമായും ഇന്ത്യയിൽ നടക്കുമ്പോൾ BCCIയുടെ സാമ്പത്തിക ഭദ്രത എത്രത്തോളമാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഫൈനൽ നടക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് മാത്രം 900 മുതൽ 1000 കോടി രൂപ വരെയുള്ള വരുമാനമാണ് BCCI പ്രതീക്ഷിക്കുന്നത്. 1000 കോടികൾ ബാങ്ക് അക്കൗണ്ടിലുള്ള BCCI തങ്ങളുടെ താരങ്ങൾക്ക് നൽകുന്ന ഈ പരിഗണന ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ അനിഷേധ്യമായ ഭരണശക്തിയാണ് വിളിച്ചോതുന്നത്. സഞ്ജു സാംസന്റെ പതറാത്ത പോരാട്ടവീര്യവും ബുംറയുടെ വേഗതയും ഒപ്പം ജയ്ഷായുടെ ഈ പാറ പോലുള്ള പിന്തുണയും കൂടി ചേരുമ്പോൾ ഈ ലോകകപ്പ് ഇന്ത്യ നേടുന്നത് തടുക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് അടിവരയിട്ട് ഉറപ്പിച്ചു പറയാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ ICC ടൂർണമെന്റുകളിൽ ന്യൂസിലൻഡ് നമുക്ക് സമ്മാനിച്ച കണ്ണീരിന്റെയും നെഞ്ചുപൊട്ടുന്ന വേദനകളുടെയും സകല കണക്കുകളും പലിശ സഹിതം തീർക്കാനുള്ള ആ സുവർണ നിമിഷമാണ് മാർച്ച് 8 വന്നെത്താൻ പോകുന്നത്. സ്റ്റേഡിയത്തിന്റെ തിങ്ങി നിറഞ്ഞ ഗാലറിയെ സാക്ഷിയാക്കി ന്യൂസിലൻഡിനെ അക്ഷരാർത്ഥത്തിൽ പിച്ചി ചീന്തിക്കൊണ്ട് സൂര്യകുമാർ യാദവിന്റെ ഈ പടക്കുതിരകൾ ആ T20 ലോകകപ്പ് കിരീടം ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം മണ്ണിൽ വാനിലുയർത്തുക തന്നെ ചെയ്യും. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് സംഹാരതാണ്ഡവവും ജസ്പ്രീത് ബുംറയുടെ ശത്രുക്കളെ വേരോടെ പിഴുതെറിയുന്ന മാരക യോർക്കറുകളും ന്യൂസിലൻഡിന്റെ സർവനാശത്തിന് വഴിയൊരുക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജയ്ഷാ പ്രഖ്യാപിച്ച ആ അവിശ്വസനീയമായ മഹാസമ്മാനവും സുവർണ കിരീടവും നമ്മുടെ ചുണക്കുട്ടികൾ തന്നെ നെഞ്ചോട് ചേർക്കും. അതെ, ഇത് വെറുമൊരു ടീമല്ല, തോൽവികൾക്ക് മുന്നിൽ മുട്ടുമുടക്കാത്ത, പകരം ചോദിക്കാൻ മടിക്കാത്ത പുത്തൻ ഇന്ത്യയാണ്. ഈ വിശ്വകിരീടം മറ്റൊരു രാജ്യത്തേക്കും പോകില്ല, നമ്മൾ തന്നെ നേടും. ഇനി ഏറ്റവും വലിയ ചോദ്യം നിങ്ങളോടാണ്. സെമിഫൈനൽ വിജയത്തിന്
ശേഷം ജയ്ഷാ നടത്തിയ ഈ 122 കോടിയുടെ പ്രഖ്യാപനം ഒരു മാസ്റ്റർ സ്ട്രോക്ക് തീരുമാനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വമ്പൻ പ്രോത്സാഹനം ഫൈനലിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ നമ്മുടെ താരങ്ങളെ സഹായിക്കുമോ? മാർച്ച് 8-ന് ന്യൂസിലൻഡിനെ തകർത്ത് ഇന്ത്യ ലോകകപ്പ് വരൾച്ച അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ജയ്ഷാ ബിഗ് അനൗൺസ്മെന്റ് എന്നും ചക് ദി ഇന്ത്യ എന്നും ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.